സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത യജ്ഞത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയോട് കൈകോർത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വ്യാപാര സ്ഥാപനങ്ങളിലെ ശുചീകരണ പ്രവൃത്തികൾ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 30-ന് കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായി പെരിന്തൽമണ്ണ നഗരത്തെ മാർച്ച് 28-ന് മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കും. ഈ യജ്ഞത്തിൽ നഗരസഭയോടൊപ്പം പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ കൈകോർത്തു. മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വ്യാപാര സ്ഥാപനങ്ങളിലെ ശുചീകരണ പ്രവൃത്തികൾ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത കേരളത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുമ്പോൾ സർക്കാർ അതിൻ്റെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പെരിന്തൽമണ്ണ നഗരസഭ അതിൻ്റെ കൂടെയാണ്. കേരളം 30-നാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ പെരിന്തൽമണ്ണ നഗരസഭ മാർച്ച് 28-ന് തന്നെ മാലിന്യമുക്തമാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുക. നമ്മൾ അതിനുള്ള തീവ്രമായ യജ്ഞത്തിലാണ്. ആ യജ്ഞത്തെ വിജയിപ്പിക്കണമെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ അനിവാര്യമായ പിന്തുണ അത്യാവശ്യം. അത് നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഈ നഗരത്തെ ഏറ്റവും ഭംഗിയായി പുറത്തെ ആളുകൾക്ക് കാഴ്ചവെക്കേണ്ടത് ഈ നഗരത്തിലെ വ്യാപാരികളാണ്. ഈ നഗരത്തെ വൃത്തിയാക്കണമെന്ന്, നല്ല ഭംഗിയായി സൂക്ഷിക്കണമെന്നും മാലിന്യമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം ആദ്യം പറഞ്ഞു നമ്മളോട് സഹകരിക്കേണ്ടത് പൊതുജനങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഈ നഗരത്തിൽ നമ്മളോട് സഹകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിലെ വ്യാപാരികളാണ്. ആ വ്യാപാരികൾ നമ്മൾ ആവശ്യപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ പെരിന്തൽമണ്ണ നഗരസഭയുമായി മാലിന്യമുക്തം പരിപാടിയിൽ സഹകരിച്ചിട്ടുണ്ട്. 100% പെരിന്തൽമണ്ണയോടൊപ്പമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. മാലിന്യ ശേഖരണത്തിലും സംസ്കരണത്തിലും പെരിന്തൽമണ്ണ നഗരസഭ സംസ്ഥാനത്ത് മുൻപന്തിയിലാണ്. പെരിന്തൽമണ്ണയെ മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റുന്ന പദ്ധതിയോട് സഹകരിക്കാൻ ആദ്യമായി മുന്നോട്ട് വന്ന വ്യാപാര സംഘടനയെ നഗരസഭാ ചെയർമാൻ പി ഷാജി അഭിനന്ദിച്ചു. കടകളിലെ ശുചീകരണ പ്രവൃത്തികൾ മാർച്ച് 28-നകം പൂർത്തിയാക്കുമെന്നും മാലിന്യമുക്ത യജ്ഞത്തിൽ വ്യാപാരികൾ തങ്ങളുടെ കടമ നിർവഹിക്കുമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു പറഞ്ഞു. കേരളമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, ഇതെല്ലാം തന്നെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഓരോ പൗരന്മാരും, പ്രത്യേകിച്ചും ഈ നഗരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യാപാരികളുമാണ്. നഗരസഭയുടെ എല്ലാവിധ സഹകരണങ്ങളോടുകൂടി നമ്മുടെ ഓരോ വ്യാപാര സ്ഥാപനവും അതിന്റെ പരിസരവും വൃത്തിയാക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ ലത്തീഫ് ടാലന്റ്, പെരിന്തൽമണ്ണ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ശ്രീവത്സൻ, യൂസഫ് രാംപുരം, PP സൈദലവി, ഷൈജൽ, ഒമർ ഷെരീഫ്, ഖാജ മുഹീദ്ദീൻ, ഇബ്രാഹിം കാരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ 1000-ലധികം ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P കുഞ്ഞാവു ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. റംസാനും വിഷുവും പ്രമാണിച്ച് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ 1000-ലധികം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. തെരഞ്ഞെടുത്ത നിർധനരായ 1000-ലധികം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P കുഞ്ഞാവു ഹാജി നിർവഹിച്ചു. കച്ചവട താൽപ്പര്യങ്ങൾക്കപ്പുറം വ്യാപാരികൾ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണെന്ന് കുഞ്ഞാവു ഹാജി പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ സ്ഥലങ്ങളിലും നേരത്തെ ഇപ്പോൾ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഒരു യൂണിറ്റിലെങ്കിലും ഇതേപോലെ റംസാൻ കിറ്റ് വിതരണം, ഓണക്കിറ്റ് വിതരണം, പെരുന്നാൾ കിറ്റ് വിതരണം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിതരണം, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന. കുറച്ചൊന്നുമല്ല, എല്ലാവരും അത് മത്സരിച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കച്ചവടക്കാർക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, കച്ചവടക്കാരെ ഇതൊക്കെ ചെയ്താലും ശരി, ഒരു വോട്ട് പോലും നിങ്ങളിൽ നിന്നാരും ചോദിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രാർത്ഥന മാത്രമാണ്. കച്ചവടക്കാരോടുള്ള ഒരു സ്നേഹവും പ്രാർത്ഥനയുമാണ് കച്ചവടക്കാർ ആവശ്യപ്പെടുന്നത്, മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും കച്ചവടക്കാരൻ അവൻ്റെ ഒരു വിഹിതം, ആ കച്ചവടക്കാരുടെ കച്ചവടത്തിൽ നിന്നൊരു വിഹിതം മാറ്റിവെച്ച് അതിൻ്റെ വിഹിതം എടുത്തുകൊണ്ടാണ് ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ ലത്തീഫ് ടാലന്റ്, ഷാലിമാർ ഷൗക്കത്ത്, യൂസഫ് രാംപുരം,
ലിയ കത്തലിഖാൻ, PP സൈദലവി, വാര്യർ എസ് ദാസ്, KP ഉമ്മർ, ഗഫൂർ വള്ളൂരാൻ, ഹാരിസ് ഇന്ത്യൻ, ഷൈജൽ, ഇലക്ട്രോ റഷീദ്, ഒമർ ഷെരീഫ്, കാജ മുഹയുദ്ദീൻ, ഇബ്രാഹിം കാരയിൽ, ജമീല ഇസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. എല്ലാ വർഷവും മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ നൽകി വരുന്നുണ്ട്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.